رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد. നമ്മൾ ഉദ്ധരിക്കാൻ പോകുന്ന ഹദീത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വല്ലദീ നഫ്സി ബിയദിഹി ല യൂഷിക്കന്ന അൻ യൻസില ഫീകും ഇബ്നു മറിയമ ഹക്കമൻ അദ്ല. ക്രിസ്മസ് അവധിയിലാണ് എല്ലാവരും ഉള്ളത്. ഇന്നലെ ഡിസംബർ 25 ക്രിസ്തുമസ് ഡേ ആയിരുന്നു. യേശു ക്രിസ്തുവിനെ അനുസ്മരിക്കുന്ന ടൈമായിട്ട് ക്രിസ്ത്യാനികളൊക്കെ ഈ ദിവസങ്ങൾ ആചരിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു ഹദീത്താണ് ഇന്ന് നമ്മൾ ഓതുന്നത്. പരിശുദ്ധമായ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, വമാ ഖതലൂഹു യഖീന, ഉറപ്പാണ് ഈസാ നബി അലൈഹി ഇസ്ലാമിനെ അവർ കൊന്നിട്ടില്ല എന്ന്. ക്രിസ്ത്യാനികളുടെ വിശ്വാസം ഈസാ നബി അലൈഹി ഇസ്ലാം കുരിശിൽ തറക്കപ്പെട്ടു, കുരിശിലേറ്റപ്പെട്ടു, കൊല്ലപ്പെട്ടു എന്നൊക്കെയാണ്. അള്ളാഹു തആല പറയുന്നത് ഒരിക്കലും കൊന്നിട്ടില്ല, അവർക്ക് കൊല്ലാൻ പറ്റിയിട്ടില്ല, മരിച്ചിട്ടില്ല, അള്ളാഹുവിലേക്ക് ഉയർത്തിയതാണെന്ന് പറയുന്നുണ്ട്. ഇമാം ബുഖാരി അടക്കം റിപ്പോർട്ട് ചെയ്ത ഹദീസുകളിൽ കാണാൻ കഴിയും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു കാലം വരും, ആ കാലത്ത് എല്ലാവർക്കും സമാധാനവും ശാന്തിയും ഉണ്ടാകുന്നൊരു കാലഘട്ടം വരും. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വരികയും അദ്ദേഹം നല്ല നിരക്ക് ഭരണം നടത്തുകയും ചെയ്യുന്ന ഒരു കാലം വരാനുണ്ട്. അതിനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് മുസ്ലിം ലോകം എന്നർത്ഥം. നിബിധങ്ങൾ പറയാണ്, വല്ലദീ നഫ്സി ബിയദി, അള്ളാഹുവിനെ തന്നെയാണ് സത്യം. എൻ്റെ ആത്മാവ് ആരുടെ സംരക്ഷണത്തിനാണോ ആ അള്ളാഹുവിനെ തന്നെയാണ് സത്യം. നിബിധങ്ങൾ പറയാണ്, ലയൂഷിക്കന്ന യൻസില ഫീകും ഇബ്നു മറിയം, മറിയമിൻ്റെ പുത്രനായ ഈസാ നബി അലൈഹി ഇസ്ലാം, ക്രിസ്ത്യാനികൾ യേശു ക്രിസ്തു എന്ന് പറയുന്ന ഈസാ നബി അലൈഹി ഇസ്ലാം ഇറങ്ങി വരിക തന്നെ ചെയ്യും. ടൈമായിട്ടുണ്ട്, ഇറങ്ങി വരും. ഹക്കമൻ അദ്ല, നീതിമാനായ ഭരണാധികാരിയായി ലോകത്ത് പ്രത്യക്ഷപ്പെടും. അഹങ്കാരത്തിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും ധിക്കാരത്തിൻ്റെയും അക്രമത്തിൻ്റെയും മാർഗങ്ങൾ സ്വീകരിക്കുന്ന ഇന്നത്തെ പാശ്ചാത്യ ലോകം, അമേരിക്കയും ബ്രിട്ടനും അടക്കം ഏറ്റവും അധികം വലിയ ക്രൂരതകൾ ലോകത്ത് അയച്ചുവിടുന്നതും അഴിഞ്ഞാടുന്നതും ആരാണ്? ക്രിസ്ത്യാനികളാണ്. ഫലസ്തീനിലും യമനിലും സിറിയയിലുമൊക്കെ പാവങ്ങളെ ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊന്നെടുക്കുന്ന ക്രൂരതകൾ ചെയ്യുന്നതും അവരാണ്. നമ്മൾ ഫലസ്തീനിലൊക്കെ കണ്ടു. ഏതാവട്ടെ, ക്രിസ്ത്യൻ സമുദായമൊക്കെ ഇന്ന് ഇത്ര വലിയ അക്രമങ്ങൾ അയച്ചു വിടുമ്പോൾ ഇവിടെ ശാന്തിയും സമാധാനവും നീതിയുമായി ഈസാ നബി ഈസാ രംഗപ്രവേശനം ചെയ്യും. എന്നിട്ട് ഫയക്സിറ സ്വലീബ, ഇവരുടെ കുരിശിനെ ആദ്യം തകർത്ത് തരിപ്പണമാക്കും. നിബിധങ്ങൾ പറയാണ്, ഫയക്സിറ സ്വലീബ, കുരിശിനെ പൊട്ടിച്ചു കളയും. അവരുടെ സിദ്ധാന്തങ്ങളെയും അവരുടെ ചിഹ്നങ്ങളെയും മായ്ച്ച് തേച്ച് കളയും. അവരുടെ ദിവ്യ മാംസമായി അവർ കാണുന്ന പോർക്ക്, പന്നികൾ, വയക്കത്തുൽ ഖൻസീറ, പന്നികളെ കൂട്ടമായി നശിപ്പിക്കുകയും ചെയ്യും. വിശദീകരിക്കേണ്ട കാര്യമാണ്. വയലഉൽ ജസിയത വയഫീലുൽ മാൽ, ഇവിടെ നോക്കിയാലും നികുതിയും ചുങ്കവും. അമേരിക്ക നിത്യം തൊള്ള തുറക്കുന്നത് തന്നെ ഈ ചുങ്കത്തിൻ്റെയും നികുതിൻ്റെയും പേര് പറഞ്ഞിട്ടാണ്. ഇന്ത്യക്കെതിരെയും മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള നികുതി, ഇതാണല്ലോ വിഷയം. നിബിധങ്ങൾ പറയാണ്, ഈസാ നബി രംഗപ്രവേശനം ചെയ്ത് ആദ്യമായി ഈ എന്ത് ചെയ്യും? സാമ്പത്തികമായ സുതാര്യത ഉണ്ടാക്കും, സാമ്പത്തികമായ ഭദ്രത ഉണ്ടാക്കും. ഒരാളെ മുമ്പിലും നമ്മൾ യാചിക്കേണ്ടി വരില്ല, വെറുതെ പൈസ അന്യായമായി കൊടുക്കേണ്ടി വരില്ല. നികുതിയെ അദ്ദേഹം ഇല്ലാതെയാക്കും. തൊട്ടതിനും പിടിച്ചതിനൊക്കെ നികുതി. ഒരു ചെറിയ പെട്ടിക്കൂടി ഉണ്ടാക്കണമെങ്കിൽ അവർ എത്ര നികുതി അടക്കണം? ചെറിയൊരു കൂരുണ്ടാക്കണമെങ്കിൽ എത്ര നികുതി അടക്കണം? ഒരു 10 സെന്റ് രജിസ്റ്റർ ചെയ്യാൻ എത്ര കൊടുക്കണം? എല്ലാത്തിനും പൈസയാണ്. ഇതൊക്കെ ഞങ്ങൾ ഇല്ലാതെയാക്കും. മനുഷ്യന് സാമ്പത്തിക നില മെച്ചപ്പെടുത്തും. എന്നിട്ട് നബിതങ്ങൾ പറയാണ്, ജിസിയ ഇല്ലാതെയാക്കും, ചുങ്കം കൊടുക്കുക, മറ്റുള്ള വിഷയങ്ങളൊക്കെ പോയിട്ട് യഫീലുൽ മാൽ, എല്ലായിടത്തും നല്ല സാമ്പത്തികമായ ഭദ്രത ആയിരിക്കും. എല്ലാവർക്കും നല്ല സാമ്പത്തിക ഭദ്രതയും എല്ലാവരുടെ കയ്യിലും പൈസയും കാശൊക്കെ ഉണ്ടാവും. ഹത്താല യഖ്ബലഹു അഹദുൻ, ഒരാളും സ്വീകരിക്കാൻ ഉണ്ടാവില്ല. അന്നത്തെ കാലത്ത് എല്ലാവരുടെ കയ്യിലും പൈസ ഉണ്ടാവും. അങ്ങനത്തെ ഒരു സമൃദ്ധിയുടെ കാലം വരാനുണ്ട്. എല്ലാവരുടെ കയ്യിലും പൈസ പണമൊക്കെ ഉണ്ടാവും. ആ സമയത്ത് പിന്നെ ഭൗതികത ലയിച്ച് നശിച്ചു പോകുമോ? ഇല്ല. ഹത്താ തകൂന സജദത്തുൽ വാഹിദത്തു ഖൈറൻ മിന ദുനിയ വമാ ഫിഹാ, ദുനിയാവിനേക്കാളും ദുനിയാവിലുള്ള സർവ്വ സമ്പത്തിനേക്കാളും അള്ളാഹുവിൻ്റെ മുമ്പിൽ മനസ്സറിഞ്ഞുകൊണ്ട് ഒരു സുജൂദ് ചെയ്യുക എന്നൊരു സുജൂദായിരിക്കും അന്നത്തെ കാലത്ത് ഏറ്റവും ഹൈറ്.
ഇമാം ബുഖാരി 3448 ഹദീസായി റിപ്പോർട്ട് ചെയ്തതാണ് ഈ പറഞ്ഞത്. ബുഖാരിയുടെ ഹദീസാണ്, സ്വഹീഹ് ഹദീസാണ്. 3448 ഹദീസാണ്. ഇതിൽ നബി തങ്ങൾ പറയാണ്, ഭൗതിക ലോകത്തെക്കാളും അതിലുള്ള സുഖത്തെക്കാളും ഒരു സുജൂദായിരിക്കും അവർക്ക് ഉത്തമമായി ബോധ്യമാവുക. അത്രമേൽ വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ പ്രചരണവും പ്രചാരവും സാഷ്ടാംഗവും സുജൂദും തൗഹീദും അതായിരിക്കും മേൽക്കോയ്മ നേടുക. മുത്തുനബി തങ്ങൾ പറയാൻ, ഭൗതിക ലോകത്തിനേക്കാളും അതിനുള്ള എല്ലാവിധ സുഖാഐശ്വര്യങ്ങൾ ആഡംബരങ്ങളെക്കാളും ഒക്കെ അന്നത്തെ ആളുകൾക്ക് ഒരൊറ്റ സുജൂദ് അള്ളാഹിന്റെ മുമ്പിൽ നമിക്ക സുജൂദ് അതായിരിക്കും അവർക്ക് ഏറ്റവും ഖൈറ്, അവർക്ക് ഏറ്റവും അധികം ഉത്തമമായി ബോധ്യമാകലും അതായിരിക്കും. അങ്ങനത്തെ ഒരു സമാധാനത്തിന്റെ കാലം വരാനുണ്ട്. ഒരുപക്ഷെ അന്ന് നമ്മളൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷെ നമ്മൾ കാര്യം മനസ്സിലാക്കുക, പേടിയും ബേജാറും എപ്രാളവുമായി മനസ്സിന്റെ സമാധാനം നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഇങ്ങനത്തെ ഒരു സമൃദ്ധിയുടെയും സമാധാനത്തിന്റെയും ദിനരാത്രങ്ങൾ നമുക്ക് ശേഷം വരാനുണ്ട് എന്ന ഒരു ഹദീത്ത്, എന്നൊരു പ്രവചനം മനുഷ്യവംശത്തിന് തന്നെ സമാധാനം നൽകുന്ന ഹദീത്താണ്. ഇന്നലെ ക്രിസ്തുമസ് ഡേ ആയി, ഡിസംബർ 25 ഇനി വരുന്ന ദിവസങ്ങളൊക്കെ അതിൻ്റെ ആഘോഷ പരിപാടികളും ഒക്കെയായി നമ്മുടെ നാടുകളൊക്കെ പൊളിക്കുന്ന സമയത്ത് നമ്മൾ ആലോചിക്കുക, പാവപ്പെട്ട ഫലസ്തീനികളെ പിന്നെയും കൊന്ന് തള്ളുകയാണ്. അറുതി ഉണ്ടാവും. ഗാസ പൂർണ്ണമായി അവിടെ നിന്ന് കൊടിയൊഴിപ്പിച്ച് സുഖവാസ കേന്ദ്രമാക്കി ആ നാട് കയ്യിലൊതുക്കാനുള്ള തീവ്ര ശ്രമം എല്ലാവരും നിന്ന് മാറ്റിപ്പാർപ്പി കുറച്ച് കഴിഞ്ഞാൽ ഫലസ്തീന് മൊത്തം അവരാക്കി, ബൈത്തുൽ മുഖദ്ദസിന്റെ എല്ലാ നിയന്ത്രണം അവരാക്കി, ഒക്കെ നശിപ്പിച്ചേക്കാം. എന്താണെങ്കിലും സഹാബത്തിനോട് നബി തങ്ങൾ പറയാണ്, നിങ്ങൾ ബേജാറാണ്ട, വല്ലദീ നഫ്സീ ബിയദി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ലയൂഷിക്കൻ അൻ യൻസില ഫീകും ഇബ്നു മറിയം, മറിയമിന്റെ പുത്രനായ ഈസാ നബി അലൈഹി സ്വലാം ഇറങ്ങി വരിക തന്നെ ചെയ്യും. ഇറങ്ങാൻ അടുത്തിട്ടുണ്ട്. ഹക്കമൻ അദ്ല, നീതിമാനായ ഒരു ഭരണാധികാരിയെ അദ്ദേഹം രംഗപ്രവേശനം ചെയ്യും. അന്ന് ആദ്യം ചെയ്യുന്നത് റഫയക്സറസ്വലീബ, ഇവരുടെ കുരിശിനെ പൊട്ടിക്കലായിരിക്കും. അവരെ ചിഹ്നങ്ങളെ നാമാവശേഷമാക്കും. വയക്കുത്തുള്ള ഖിൻസീർ, പന്നികളെ കൊന്നൊടുക്കും. വയലുൽ ജിസിയത വയഫീലുൽ മാൽ, നികുതികളൊക്കെ ഇല്ലാതെയാക്കി സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കി എല്ലാവരുടെ കയ്യിലും പൈസയും പണവും എത്തുന്നൊരവസ്ഥ ഉണ്ടാകും. ഹത്താ ലാ യഖ്ബലഹു അഹദുൻ, ആ പൈസയും പണം വാങ്ങാൻ ഒരു യാചകൻ പോലും ഇല്ലാത്ത കാലഘട്ടം വരും. ആരെങ്കിലും ആണ്, എല്ലാവരുടെ അടുത്തും ഉണ്ട്. അത്യാവശ്യമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ആരെങ്കിലും വാങ്ങാൻ നിൽക്കുവോ? ഒരാളോട് കയ്യിൽ നീട്ടാൻ നിൽക്കുവോ? അതൊരു മോശമല്ലേ? അങ്ങനത്തെ ഒരു കാലം വരാനുണ്ട്. ആ സമയത്ത് ഹത്താ തകൂന സജദതു വൽ വാഹിദതു ഖൈറൻ മിനദ് ദുനിയ വമാ ഫിഹാ, പിന്നെ ആൾക്കാർക്ക് അല്ലാഹ് എന്ന ചിന്തയും അള്ളാഹുവിന് സുജൂദിന്റെ കാലഘട്ടം വരാനുണ്ടെന്നൊക്കെ പറയാം. അതിന് മുമ്പ് കുറേ പ്രശ്നങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ടാവും. ഖിയാമത്തിന്റെ വലിയ അടയാളാണല്ലോ ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ വരവ്. അതിന് മുമ്പ് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അതാണ് ഇന്ന് ലോകത്ത് നമ്മൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ഹദീസിന്റെ സമകാലിക വായന നമുക്കിന്നുണ്ടാവും, നമുക്ക് ഒരു വലിയ പ്രചോദനമാണ്. അപ്പോൾ ആ സമയം ആയതുകൊണ്ട് ഉദ്ധരിച്ചതാണ്. ഈസാ നബി അലൈഹി സ്വലാം കുരിശിൽ തറക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ നടക്കുന്നത്. മനുഷ്യന്റെ പാവങ്ങളെയെല്ലാം ഏറ്റെടുത്ത് അദ്ദേഹം കുരിശിൽ തറക്കപ്പെട്ടു. ഖുർആൻ പറയാണ്, എന്ത് വമാ ഖതലൂഹു യഖീന, അല്ലാഹു പറയാ, ഉറപ്പായിട്ടും ഒരു സംശയം വേണ്ട, ഒരിക്കലും അവര് ഈസാ നബി അലൈഹി ഇസ്ലാമിനെ കൊന്നുകളഞ്ഞിട്ടില്ല. അല്ലാഹു തആല ലോക മുസ്ലിമീങ്ങൾക്ക് സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.